വാർത്തയിലേക്കാണ്. ഇൻഡിഗോ വിമാന കമ്പനിക്ക് താൽക്കാലിക ആശ്വാസം. പൈലറ്റുമാരുടെ നിർബന്ധിത വിശ്രമവുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടി ചട്ടത്തിൽ DGCA ഇളവ് വരുത്തിയിരിക്കുകയാണ്. ഇൻഡിഗോ ഇതുവരെ റദ്ദാക്കിയത് 600ഓളം സർവീസുകളാണ്. തുടർച്ചയായി 3-ാം ദിവസമാണ് വിമാന സർവീസുകൾ തടസ്സപ്പെടുന്നത്. അതേസമയം എയർ ഇന്ത്യ എക്സ്പ്രസും അടക്കമുള്ള വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർത്തിയിരിക്കുകയാണ്. വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നു. അതുല്യ, ഈ ഒരു വിമാന സർവീസ് ഇൻഡിഗോ വിമാന കമ്പനിക്ക് താൽക്കാലിക ആശ്വാസമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. പൈലറ്റുമാരുടെ നിർബന്ധിത വിശ്രമവുമായി ബന്ധപ്പെട്ട ഒരു ഡ്യൂട്ടി ചട്ടത്തിൽ ഇപ്പോൾ DGCA ഇളവ് വരുത്തിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അഥവാ DGCA ആണ് പൈലറ്റുമാരുടെ ക്രൂ ഡ്യൂട്ടി ചട്ടത്തിൽ ഇത്തരത്തിലൊരു പുതിയ നിബന്ധന കൊണ്ടുവന്നത്. ഇത് പൈലറ്റുമാർക്ക് ആവശ്യമായ വിശ്രമം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു നിയമം കൊണ്ടുവന്നതോടെയാണ് ഇൻഡിഗോയുടെ സർവീസുകൾ ചരിത്രത്തിൽ ആദ്യമായി ഇത്രയധികം പ്രതിസന്ധിയിൽ ആകുന്നത്. പൈലറ്റുമാർക്ക് കൂടുതൽ വിശ്രമം അനുവദിക്കണം എന്നുള്ളൊരു നിബന്ധന കൊണ്ടുവരികയായിരുന്നു. അതായത് നിലവിൽ 36 മണിക്കൂറാണ് പൈലറ്റുമാർക്ക് നിർബന്ധിത വിശ്രമമെങ്കിൽ അത് 48 മണിക്കൂറായി ഉയർത്തി. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം പൈലറ്റ് ഡ്യൂട്ടിക്ക് വരുന്ന പൈലറ്റിന് ഇതിന് തൊട്ട് മുൻപത്തെ ദിവസം കഴിഞ്ഞതിന് ശേഷം 48 മണിക്കൂർ നിർബന്ധിതമായും ആ ആഴ്ചയിൽ വിശ്രമം ലഭിച്ചിരിക്കണം. ആ ഒരു സാഹചര്യം വന്നപ്പോൾ ഈ 48 മണിക്കൂർ വിശ്രമം എന്നുള്ള ആ നിർബന്ധിത വിശ്രമം ലഭിക്കാത്ത പൈലറ്റുമാർക്ക് അന്ന് ജോലിയിൽ പ്രവേശിക്കാൻ കഴിയില്ല. ഇതോടെ ഇൻഡിഗോയെ സംബന്ധിച്ചിടത്തോളം പൈലറ്റുമാരുടെ വലിയ രീതിയിലുള്ള ക്ഷാമമുണ്ടായി. ഇത് സർവീസുകളെ ബാധിച്ചു. ഇതോടുകൂടിയാണ് ഏതാണ്ട് 600ഓളം സർവീസുകൾ ഇൻഡിഗോയ്ക്ക് നിർത്തിവെക്കേണ്ടി വന്നത്. നേരത്തെ തന്നെ ഈ ഒരു നിയമം അല്ലെങ്കിൽ ഈ ഒരു ചട്ടം കൊണ്ടുവന്നിരുന്നുവെങ്കിലും ഇത് നടപ്പിലാക്കിയത് ഡിസംബർ 1 മുതലാണ്. നവംബർ മുതൽക്ക് തന്നെ ഈ ചട്ടം ക്രമേണ ഇങ്ങനെ കൊണ്ടുവരും എന്നൊരു നിബന്ധന കൊടുത്തിരുന്നുവെങ്കിലും ഈ ചട്ടം നടപ്പാക്കിയത് ഡിസംബർ 1 മുതലാണ്. ഇതിന് വേണ്ട തയ്യാറെടുപ്പ് നടത്താൻ, അതായത് കൂടുതൽ ജീവനക്കാരെ നിയമിക്കുക അല്ലെങ്കിൽ പൈലറ്റുമാരെ അതിനനുസരിച്ച് കൂടുതൽ ഷിഫ്റ്റുകളിലായി ക്രമീകരിക്കുക മുതലായ ക്രമീകരണങ്ങളൊന്നും തന്നെ നടത്താൻ കഴിയാതെ വന്നതോടെയാണ് ഇൻഡിഗോ പ്രതിസന്ധിയിലായത്. നിലവിൽ ഈ ഒരു സാഹചര്യം കണക്കിലെടുത്ത് ഇപ്പോൾ DGCA ഇൻഡിഗോയ്ക്ക് ഇളവുകൾ അനുവദിച്ച് നൽകിയിട്ടുണ്ട്. അതായത് 48 മണിക്കൂർ നിർബന്ധിത വിശ്രമം എന്നുള്ളത് ആ ചട്ടത്തിൽ ചെറിയ ഇളവുകൾ അനുവദിച്ചിട്ടുണ്ട്. എങ്കിലും ഈ ഒരു സർവീസുകൾ പഴയ നിലയിലാകാൻ ഇനിയും ദിവസങ്ങൾ എടുക്കും എന്നുള്ളത് തന്നെയാണ്. കാരണം ക്രമേണ ഈ DGCAയുടെ നേരത്തെയുള്ള 48 മണിക്കൂർ വിശ്രമം എന്നുള്ള നിബന്ധനയിലേക്ക് ഇൻഡിഗോയും എത്തേണ്ടി വരും. നിലവിൽ അവർക്ക് അതിലൊരു ഇളവ് മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ ജീവനക്കാരെ കണ്ടെത്തി 48 മണിക്കൂർ വിശ്രമവും അതിനനുസരിച്ചുള്ള ഷിഫ്റ്റുകളിലേക്കും ഇൻഡിഗോയ്ക്കും മാറേണ്ടി വരും. അപ്പോൾ അതിനാവശ്യമായ ജീവനക്കാരെ കണ്ടെത്താൻ ഇനിയും സമയമെടുക്കും. പ്രത്യേകിച്ചും അനുയോജ്യരായിട്ടുള്ള വലിയ പറക്കൽ പരിചയമുള്ള ഇത്രയധികം മണിക്കൂറുകൾ പറന്ന് പരിചയമുള്ള പൈലറ്റുമാരെയൊക്കെ കണ്ടെത്തുക, അവരെ നിയമിക്കുക മുതലായ കാര്യങ്ങൾക്ക് വലിയ നടപടിക്രമങ്ങളുണ്ട്. അതെല്ലാം പൂർത്തിയാകുന്നതിനാൽ തന്നെ 2 മാസമെങ്കിലും ഈ പ്രതിസന്ധി പൂർണ്ണമായും ഇല്ലാതാക്കാൻ എടുക്കും എന്നാണ് ഇൻഡിഗോയുടെ CEO അറിയിച്ചത്. ഇത്തരത്തിൽ യാത്രക്കാർക്ക് നേരിട്ട് തടസ്സത്തിലും അതുപോലെ തന്നെ യാത്രക്കാർക്ക് നൽകിയ വാക്ക് പാലിക്കാൻ പറ്റാത്തതിലും ഖേദിക്കുന്നുവെന്നും ക്ഷമ ചോദിക്കുന്നുവെന്നും ഇൻഡിഗോയുടെ CEO അറിയിച്ചിരുന്നു. ആ ഒരു പോസ്റ്റിൽ തന്നെയാണ് അദ്ദേഹം ഈ പ്രതിസന്ധി ഇനിയും നീണ്ടു നിന്നേക്കും എന്നുള്ളൊരു കാര്യം വ്യക്തമാക്കുന്നത്. പതിയെ സർവീസുകൾ റദ്ദാക്കിയ സർവീസുകൾ പതിയെ പുനരാരംഭിക്കുമെങ്കിലും പൂർണ്ണമായും ഇൻഡിഗോയുടെ പ്രവർത്തനവും അതിൻ്റെ സർവീസുകളും പൂർണ്ണമായും പഴയ നിലയിലാവാൻ 2 മാസമെങ്കിലും എടുക്കും എന്നാണ് CEO അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ DGCA ഏർപ്പെടുത്തിയ ഇളവുകൾ അതിന് സഹായകമാകും എന്നാണ് കരുതുന്നത്. അതോടൊപ്പം തന്നെ ഇൻഡിഗോയുടെ ഈ ഒരു പ്രതിസന്ധി മുതലെടുത്തുകൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ആഭ്യന്തര വിമാന സർവീസിനായി ആശ്രയിക്കുന്ന ഇൻഡിഗോയിൽ വന്ന ഈ പ്രതിസന്ധി മുതലെടുത്തുകൊണ്ട് മറ്റ് വിമാന സർവീസുകൾ ഈ വിമാനത്തിൻ്റെ ടിക്കറ്റ് നിരക്ക് വലിയ രീതിയിൽ ഉയർത്തിയിരിക്കുകയാണ്. 10,000-ൽ താഴെ മാത്രം നിരക്ക് വന്നിരുന്ന യാത്രകൾക്ക് 45,000 മുതലാണ് ഇപ്പോൾ ഈ ഒരു നിരക്ക് നിലവിൽ ആരംഭിക്കുന്നത് എന്നുള്ളതാണ്. കൊച്ചിയിൽ നിന്ന് മുംബൈയിലേക്കും കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്കും അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്കും നേരെ തിരിച്ച് മുംബൈ, ഡൽഹി എന്നിവിടങ്ങളിൽ നിന്ന് കൊച്ചി, തിരുവനന്തപുരം എന്നിവിടങ്ങളിലേക്കുമുള്ള എയർ ഇന്ത്യ അതുപോലെ തന്നെ എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നീ വിമാന കമ്പനികളുടെ നിരക്ക് 35,000-ഉം 45,000-ഉമായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഒരു ക്രിസ്മസ് പോലുള്ള ഒരു ആഘോഷ സമയത്ത് പോലും 10,000-ന് അടുത്ത് മാത്രം വരുന്ന വിമാന ടിക്കറ്റ് നിരക്കാണ് ഇപ്പോൾ ഒരു യാത്രയ്ക്ക് മാത്രം 35,000-ഉം
മറ്റുമായി മാറിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത്തരത്തിൽ 20,000-ന്റെയും 30,000-ന്റെയും എല്ലാം വർധന ഈ ഒരു സമയത്ത് വരുന്നത് ഇനി വരുന്ന ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾ അല്ലെങ്കിൽ അവധി ദിനങ്ങൾ കൂടി പ്രമാണിച്ചുകൊണ്ട് നാട്ടിലേക്ക് മടങ്ങാനിരിക്കുന്ന വിദ്യാർത്ഥികളടക്കമുള്ള വലിയൊരു വിഭാഗം യാത്രക്കാരെ ബാധിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ചും അവധികൾക്കായി മുംബൈയിൽ നിന്നും ഡൽഹിയിൽ നിന്നും അതുപോലെ പഠിക്കാൻ പോകുന്ന മറ്റിടങ്ങളിൽ നിന്നും IIT പോലുള്ള അതുപോലെ തന്നെ കേന്ദ്ര സർവകലാശാലകളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ നാട്ടിലേക്ക് വരുന്ന ഒരു ഉത്സവ സീസൺ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ധാരാളം യാത്രക്കാർ ഈ ഒരു സമയത്ത് നാട്ടിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ അവധിക്കാലം അല്ലെങ്കിൽ ക്രിസ്മസും മറ്റ് അവധികളും ആഘോഷിക്കുന്നതിനായി പലരും യാത്രകൾ പോകുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ ടിക്കറ്റ് നിരക്ക് ഇത്രയധികം ഉയർന്നിരിക്കുന്നത് വലിയ രീതിയിൽ യാത്രക്കാരെയും ബാധിക്കും എന്നുള്ളതാണ്. ഇൻഡിഗോയുടെ പ്രതിസന്ധി, അതായത് സർവീസുകൾ റദ്ദാക്കുന്നത് CEO പറഞ്ഞതുപോലെ ക്രിസ്മസ് സമയത്തേക്കും തുടരുകയാണെങ്കിൽ ക്രിസ്മസിനോട് അടുത്ത ദിവസങ്ങൾ, അതായത് 20-ാം തീയതിക്ക് ശേഷമുള്ള ഏറ്റവും പീക്ക് ഹോളിഡേ എന്ന് പറയുന്ന ആ ദിവസങ്ങളിൽ ഈ വിമാന ടിക്കറ്റ് നിരക്കിൻ്റെ ആ ഒരു കുത്തനെ ഉയരുക എന്നുള്ളത് ഇനിയും ഉയർന്ന് 60,000-നും മുകളിലേക്ക് കടക്കും എന്നാണ് ഇപ്പോൾ കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ അത് യാത്രക്കാരെ വലിയ രീതിയിൽ, പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾ പോലുള്ള യാത്രക്കാരെ അത് വലിയ രീതിയിൽ ബാധിക്കും. എന്തായാലും ഇൻഡിഗോയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ താൽക്കാലികമായെങ്കിലും ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ഒരു സമയം അനുവദിച്ച് കിട്ടിയിരിക്കുകയാണ്. വളരെ അടിയന്തരമായി തന്നെ ഈ പുതിയ ചട്ടം 48 മണിക്കൂർ വിശ്രമം എന്നുള്ള പുതിയ ചട്ടം അടിയന്തരമായി നടപ്പാക്കേണ്ടതില്ല എന്നുള്ളൊരു ഇളവ് DGCA അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് താൽക്കാലികമായി എങ്കിലും അവർക്കൊരു ആശ്വാസം ലഭിച്ചിരിക്കുകയാണ്. ശരി, ഇൻഡിഗോ വിമാന കമ്പനിക്ക് താൽക്കാലിക ആശ്വാസം. പൈലറ്റുമാരുടെ നിർബന്ധിത വിശ്രമവുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടി ചട്ടത്തിൽ DGCA ഇളവ് വരുത്തിയിരിക്കുകയാണ്. ഇൻഡിഗോ ഇതുവരെ 600ഓളം സർവീസുകളാണ് റദ്ദാക്കിയത്. തുടർച്ചയായി 3-ാം ദിവസമാണ് വിമാന സർവീസുകൾ തടസ്സപ്പെടുന്നത്. അതേസമയം എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും അടക്കമുള്ള വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർത്തി. അതുല്യ രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.